നമസ്കാരം. നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തെ ചൊല്ലി ഗവർണർ രാജേന്ദ്ര അർലേക്കറും പിണറായി സർക്കാരും തമ്മിലുള്ള പോര് മുറുകുന്നു. സർക്കാരിന്റെ കരട് പ്രസംഗത്തിൽ അർത്ഥസത്യങ്ങളും അസത്യങ്ങളും നിറഞ്ഞതിനാലാണ് ചില ഭാഗങ്ങൾ തിരുത്തേണ്ടി വന്നതെന്ന വിശദീകരണവുമായി ലോക് ഭവനും രംഗത്തെത്തി. ഭേദഗതികൾ അംഗീകരിക്കാമെന്ന് ആദ്യം സമ്മതിച്ച സർക്കാർ അത് ചെയ്യില്ല എന്നും ലോക് ഭവൻ ഇറക്കിയ വിശദീകരണത്തിൽ പറയുന്നു. വിവാദം അനാവശ്യമാണെന്നാണ് ഗവർണറുടെ വാദം. അർത്ഥ അസത്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ നിന്നും ഒഴിവാക്കണമെന്ന് ലോക് ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. അതിന് അനുസൃതമായി ഗവർണർക്ക് യുക്തമെന്ന് തോന്നുന്ന ഭേദഗതികളോടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി വായിക്കാമെന്നായിരുന്നു സർക്കാരിൽ നിന്നുണ്ടായ പ്രതികരണം. മാത്രമല്ല, ലോക് ഭവൻ നിർദ്ദേശിച്ച ഭേദഗതികളോടെ പ്രസംഗം വീണ്ടും അയച്ചു തരാമെന്ന സൂചനയും നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഭേദഗതികൾ ഒന്നും വരുത്താതെ തന്നെ അതേ പ്രസംഗം ലോക് ഭവനിലേക്ക് മടക്കി അയച്ചത്. യാത്ര കഴിഞ്ഞ് കോഴിക്കോട് നിന്നും വൈകി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ഗവർണർ താൻ നിർദ്ദേശിച്ചതും സർക്കാർ അംഗീകരിച്ചതായി ആദ്യം അറിയിക്കുകയും ചെയ്ത നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് രാവിലെ സഭയിൽ വായിച്ചത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ വളരെ കാലമായി അംഗീകാരം കിട്ടാത്തതിനെ തുടർന്ന് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചുവെന്നും പരമോന്നത കോടതി അത് ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തുവെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ പറഞ്ഞിരുന്നു. ഇത് വാസ്തവ വിരുദ്ധമാണ്. സുപ്രീം കോടതി അവ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ കരടിലെ പ്രസ്തുത പരാമർശം ഒഴിവാക്കണമെന്നായിരുന്നു ലോക് ഭവന്റെ നിലപാട്. കേന്ദ്ര നിലപാട് സാമ്പത്തിക ഫെഡറലിസം സംബന്ധിച്ച ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്നവയാണെന്ന പരാമർശവും കരടിൽ നിന്നും ഒഴിവാക്കണമെന്നും ലോക് ഭവൻ നിർദ്ദേശിച്ചിരുന്നു. പകരം മുൻകൂർ തുകകൾ നിഷേധിക്കുന്നതിന്റെ ഫലമായി കേരളം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നതായി രേഖപ്പെടുത്താനാണ് ലോക് ഭവൻ നിർദ്ദേശിച്ചിരുന്നതെന്നും വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിന് പിന്നാലെ നിയമസഭയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളിൽ ഗവർണർ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 12, 15 ഖണ്ഡികകളിലെ ഓരോ വാചകങ്ങളാണ് ഒഴിവാക്കിയത്. ഖണ്ഡിക 16 വാചകത്തിൽ എന്റെ സർക്കാർ കരുതുന്നു എന്നും ഗവർണർ കൂട്ടിച്ചേർത്തിരുന്നു. നിയമസഭയിലെ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനവും ഗവർണർ വായിച്ചിരുന്നു. കേന്ദ്രവിഹിതം 60% കുറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി അതേ രീതിയിൽ തുടരണം. കേന്ദ്രവിഹിതത്തിലെ കുറവ് സംസ്ഥാനത്തെ സമ്മർദ്ദത്തിലാക്കുന്നു. ന്യായീകരണമില്ലാത്ത വെട്ടിക്കുറയ്ക്കലാണ് കേന്ദ്ര സർക്കാർ നടത്തിയതെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ നയപ്രഖ്യാപനത്തിൽ കുറ്റപ്പെടുത്തി. സർക്കാർ ഗവർണറെ കൊണ്ട് പ്രസംഗിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗം തെറ്റായ അവകാശവാദങ്ങളും അർത്ഥസത്യങ്ങളും കുത്തിനിറച്ച വിശ്വാസ്യതയില്ലാത്ത രേഖയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറച്ചുവെക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമമാണ് ഈ പ്രസംഗമെന്നും സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നാടകങ്ങളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിന്റെ പരാജയങ്ങൾ വരികൾക്കിടയിലൂടെ മുഴച്ചു നിൽക്കുന്നുണ്ടെന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണിതെന്ന് സർക്കാർ ഇതിലൂടെ തുറന്ന് സമ്മതിക്കുകയാണെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി.